മഞ്ജു എന്ത് പറ്റി? കൺഗ്രാറ്റുലേഷൻസ്, നമ്മുടെ മഞ്ജു ഛർദിച്ചു. അയ്യോ, ഞാൻ ആംബുലൻസ് വിളിച്ചിട്ട്. സ്ഫോടം. ഛർദിയല്ല, ഛർദി പലതരത്തിലുണ്ടോ? അയ്യോ, നമ്മുടെ മഞ്ജുവിന് വിളിച്ചു പറയട്ടെ. ഹലോ ഹലോ സാർ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഫോൺ വെക്കണതാണ്. ഞാൻ മുഴുവനൊന്ന് പറഞ്ഞോട്ടെ. സാറിന്റെ ഭാര്യ ഛർദിച്ചു. നീ വല്ല വൃത്തികെട്ട ആഹാരം കൊടുത്തു കാണും. അയ്യോ, അതൊന്നുമല്ല. സാറിനെ അച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. സാറപ്പഴ ദുബായിക്ക് പോണേ? ഉടനെ പോകത്തില്ലയോ? ഉടപ്പ് ചൂടാണോ? ഭയങ്കര ചൂടാ. അല്ല, നിങ്ങളൊക്കെ എന്താ ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഭക്ഷണം കഴിക്കൂ. സാറെന്താ വടി ഒഴുകി പോലെ നിൽക്കുന്നത്? സിഗരറ്റാ? സിഗരറ്റാന്ന് മനസ്സിലായി. ഇപ്പൊ സന്തോഷിക്കേണ്ട സമയല്ലേ? ഞാനാ സന്തോഷിപ്പിക്കുന്നത്. മോനു, കൺഗ്രാറ്റുലേഷൻ സർ. ജനിച്ചപ്പോഴേ കൊച്ചിന് അച്ഛന്റെ മുഖം. കീപ് ഇറ്റ് അപ്പ്. ചേച്ചി ഹാപ്പി അല്ലേ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടോ, അവിടെ കുറെ ആൾക്കാരെ ഡീൽ ചെയ്യാനുണ്ട്. അവന്റെ ഒരു സന്തോഷം കണ്ടില്ലയോ? കർത്താവ്, ഇതെന്നാ കളിയാ? കൊച്ചവന്റെ ആന്നോ? താൻ ഇത്ര ചീപ്പാ? അവനെപ്പറ്റി താൻ അങ്ങനെ കരുതിയത്? നിങ്ങളൊക്കെ തല കുത്തി നിന്ന് ശ്രമിച്ചില്ല എന്റെ സ്വഭാവം മാറ്റാൻ. എന്നിട്ട് മാറിയോ? ഇപ്പൊ എന്റെ ഭാര്യയുടെ പ്രാർത്ഥന എന്താ അറിയും? അടുത്ത ജന്മത്തിലെങ്കിലും ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ മകനായി ജനിക്കണമെന്ന്. ആ തിരുപ്പതിയുടെ കാര്യം നോക്കുക. ഗോപാലകൃഷ്ണൻ കാരണമല്ലേ അയാൾക്ക് അല്പമെങ്കിലും മനുഷ്യക്കോലം കിട്ടിയത്? അല്ല, ഞാൻ താൻ വേറെ ഒന്നും പറയണ്ട. ഞങ്ങൾക്കുള്ള പാർട്ടി ഏർപ്പാട് ചെയ്തോ. മാറ് മാറ് ചെറുക്കനെ ഞാനൊന്ന് കാണട്ടെ. ചായ ലേശം കൂടെ. ചായയോടെ അങ്ങനെ ശീലമൊന്നുമില്ല. ഇവനെ നിനക്ക് ഇഷ്ടായി എന്ന് പറഞ്ഞത്? ഞാനിപ്പോ വരാം. എന്റെ അമ്മയാ. നമസ്കാരം. എന്താ പേര്? ഗോപാലകൃഷ്ണൻ. ഒന്ന് എണീറ്റേ. എണീക്കാൻ. ഒന്ന് നടന്നേ. എന്താ? ഒന്ന് നടക്കണേക്ക. എന്താണ് നിന്റെ കാലിന് മന്തുണ്ടാ? ഏയ്, മന്തൊന്നുമില്ല. ഞാൻ ചാടി കാണിച്ചിരാം. ചാടണത് വേഗം നടക്കണ. മതി മതി മതി. ഇനി അവിടെ പോയിരുന്നോ. അപ്പൊ ചട്ടനും അല്ല പൊട്ടനും അല്ല. ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. സാറിന്റെ അമ്മയ്ക്ക് കുഴപ്പം വല്ലോ? അല്ല, ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. മോനൊന്നും വിചാരിക്കരുത്. ഇവന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കൂടെ വന്ന തള്ള എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാ. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. അല്ല, വളരെ പേഴ്സണലാ. ഒരു മിനിറ്റ് ഒന്ന്. ഉണ്ട് സാർ. ഈ നിലയിലെത്താൻ സാറിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. സ്വന്തക്കാരെന്ന് പറയാനും എനിക്ക് വേറെ ആരുമില്ല. ഇതൊന്നും അറിയാതെയാ രാധിക എന്നെ ഇഷ്ടപ്പെടുന്നത്. സാറ് തന്നെ രാധിയെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഇല്ല മോനെ, ഒരധ്യാപകനായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് ഞാൻ. നുണ പറയാത്ത കുട്ടികളെ എനിക്ക് ജീവന് തുല്യ. നിനക്ക് വേണമെങ്കിൽ ഇത് മറച്ചു വെക്കായിരുന്നു. അതിന് തയ്യാറാകാത്ത നിന്റെയും മനസ്സുണ്ടല്ലോ, അത് മതി എനിക്ക്. ഒരു പുരുഷവിദ്വേഷിയെ പോലെ വളർന്ന എൻ്റെ മകൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നിയെന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടെ ഭാഗ്യ. അത് നിന്നെ പോലെ ഒരാളാവുമ്പോ ആ ഭാഗ്യം ഇരട്ടിയായി. അതുകൊണ്ട് അവന്റെ കല്യാണ കാര്യത്തില് എനിക്ക് ചില തീരുമാനങ്ങളുണ്ട്. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ എന്റെ ഭാര്യയോടെ ശരീരം അധികം ഇളയതെന്നാ ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കണില്ല. തന്റെ ഭാര്യയോട് പറഞ്ഞ് അവളെ ഒന്ന് ഉപദേശിക്കാൻ പറയണം. ഗോപാലകൃഷ്ണന്റെ വിവാഹാഘോഷ കമ്മിറ്റി ചെയർമാൻ ആണെന്ന് പറഞ്ഞാൽ ഈ ബഹളം. തനിക്ക് അവന്റെ അമ്മാവനാവാമെങ്കിൽ തന്റെ ഭാര്യ ചെയർമാൻ ആകുന്നതിൽ ഒരു തെറ്റുമില്ല.